ഈ CAA. ശരി, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ വസന്ത് തെങ്ങുംപള്ളി, കേരളത്തിൽ എന്താണ് നടക്കുന്നത്? ഇപ്പോൾ VD സതീശൻ ഇന്ന് പറയുകയാണ് LDF സർക്കാരിന് ആത്മാർത്ഥത ഇല്ലാത്ത രീതിയിലാണ് സംസാരിക്കുന്നത്. അത് പിണറായി വിജയന്റെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ്, മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഉദ്ധരിച്ചുകൊണ്ടുള്ളതാണ്. CAA കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് ആത്മാർത്ഥത ഇല്ലാത്ത വാക്കാണെന്ന്. അപ്പോൾ നിങ്ങളിവിടെ LDF-ഉം UDF-ഉം തമ്മിൽ ഇക്കാര്യത്തിൽ മത്സരിക്കുകയാണ്. ആരാണ് BJP എതിർക്കുന്നതിൽ ചാമ്പ്യൻ? അതിന് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു ആയുധമാക്കി CAA എടുത്തിരിക്കുകയാണ്. രണ്ടുപേർക്കും ബോധ്യമുണ്ട് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെ ഒരു ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കുക, അതിനുള്ള മത്സരം ഇപ്പോൾ നടക്കുന്നു എന്നേ കാണാൻ കഴിയുന്നുള്ളൂ ശ്രീ വസന്ത് തെങ്ങുംപള്ളി. അതല്ലെങ്കിൽ BJP കുഴിച്ച കുഴിയിൽ നിങ്ങൾ ചെന്ന് വീണു. അല്ല, രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, CAA-യുമായി ബന്ധപ്പെട്ട് ഇപ്പൊ എത്ര നിഷ്കളങ്കമായാണ് CAA, വലിയ കാര്യമൊന്നുമില്ല, ഇതൊന്നും നമ്മളെ ബാധിക്കാൻ പോകുന്നില്ല എന്ന് പ്രിയ സുഹൃത്ത് രാഹുലും BJP-യുടെ പ്രതിനിധിയും പറഞ്ഞുകൊണ്ട് പോകുന്നത്. 2019 ബംഗാളിൽ അന്നത്തെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി BJP-യുടെ താത്വിക ആചാര്യൻ അമിത്ഷാ പ്രസംഗിക്കുന്ന ഒരു വാക്കുണ്ട്, ഒരു വാചകമുണ്ട്. എന്താണത്? ക്രൊണോളജി സാംജിയെ എന്നാണ്. CAA, NRC, NBR, ക്രൊണോളജി സാംജിയെ, ക്രൊണോളജി ശ്രദ്ധിക്കണം കേട്ടോ എന്ന് പറഞ്ഞത് അമിത്ഷാ തന്നെയാണ്. അപ്പൊ CAA തുടങ്ങിയാൽ അത് NPR-ലോ അല്ലെങ്കിൽ NRC-യിലോ വന്ന് നിൽക്കുകയുള്ളൂ എന്നുള്ള കൃത്യമായ ഗൈഡ് ലൈൻ, എന്ന കൃത്യമായ സൂചിക ആര് തന്നെ നൽകിയിട്ടുണ്ട്? അമിത്ഷാ തന്നെ നൽകിയിട്ടുണ്ട്. അവിടെയാണ് ഈ പ്രശ്നം, അവിടെ തൊട്ടാണ് ഈ പ്രശ്നം തുടങ്ങുക. അപ്പൊ അതുകൊണ്ട് CAA അത്ര നിഷ്കളങ്കമായി നമുക്ക് കണ്ണടച്ച് പച്ചവെള്ളം കുടിച്ചിറക്കുന്ന പോലെ ചവച്ചരച്ചിറക്കാൻ പറ്റില്ല. താങ്കൾ പറയും എന്ത് പ്രശ്നം ഉണ്ടാകുന്നു ഇതുവഴി? മുസ്ലിം ജനവിഭാഗത്തിന് എന്ത് പ്രശ്നമാണ് CAA വഴി ഉണ്ടാകുന്നത്? അല്ല, അത് ഞാൻ വ്യക്തമാക്കാന്നേ. അത് വ്യക്തമാക്കാൻ വേണ്ടി തന്നെയാണ് ഈ 2019 ക്രൊണോളജി സാംജിയെ ഞാൻ കോട്ട് ചെയ്യുന്നത്. അപ്പോ CAA തുടങ്ങുന്നത് NPR-ലോ NRC-ലോ അവസാനിക്കാനാണ് എന്നുള്ളതാണ് പ്രശ്നം. CAA സിമ്പിളായി ഒറ്റയ്ക്കെടുത്ത് കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. നമുക്ക് പെട്ടെന്ന് തോന്നുമ്പോൾ CAA-ക്ക് യാതൊരു പ്രശ്നവും. ഇപ്പോൾ NRC-യിലേക്കുള്ള ഒരു തീരുമാനവും വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് NRC നടപ്പിലാക്കുമെന്നൊരു പ്രഖ്യാപനം വന്നിരുന്നുവെങ്കിൽ നമുക്ക് സംശയത്തോടെ കാണാമായിരുന്നു. അങ്ങനെയില്ല. അല്ല, അതൊരു സൂചികയാണ്. അത് വളരെ കൃത്യമായി 2019 തന്നെ അമിത്ഷാ പറഞ്ഞു കഴിഞ്ഞല്ലോ. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുണ്ട് അത് ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞിട്ടുണ്ട് നടപ്പിലാക്കാൻ. അല്ല, അത് ഈ ഉദ്ദേശിക്കാനില്ല എന്ന് പറഞ്ഞതിന് ശേഷമാണ് കേന്ദ്ര സർക്കാർ കോടതിയിൽ തങ്ങളുടെ നിലപാട് വ്യക്തമാക്കാത്തത്. അതിനുശേഷമാണ് ഈ ക്രോണോളജി സാംജിയ പ്രസംഗം വരുന്നത്. വളരെ കൃത്യമാണ്, അവർ നടപ്പിലാക്കും. ഞാൻ മനസ്സിലാക്കുന്നത് 2024 ഈ പറയുന്ന 400 സീറ്റ് എന്ന് പറയുന്ന ഒരു വോക്ക് ഓവർ അല്ല NDA-ക്ക് എന്നുള്ളത് BJP-യുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിഞ്ഞിരിക്കുന്നു. നോക്കൂ, ഡൽഹിയിൽ സീറ്റ് വിഭജനം ഇന്ത്യ മുന്നണി പൂർത്തിയാക്കി കഴിഞ്ഞു. UP-യിൽ തൊടാൻ പോലും പറ്റില്ല കേട്ടോ, അവിടെ പോയിരുന്ന് സംസാരിക്കാൻ പോലും പറ്റില്ല എന്ന് പറഞ്ഞെടുത്ത് നമ്മുടെ അഖിലേഷ് യാദവുമായി കോൺഗ്രസ് സീറ്റ് വിഭജനം പൂർത്തിയാക്കി കഴിഞ്ഞു. പഞ്ചാബിൽ പൂർത്തിയാക്കി കഴിഞ്ഞു. ബംഗാളിൽ തീരാൻ പോകുന്നു. ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്നും ഇന്ത്യ മുന്നണിയുടെ സീറ്റ് വിഭജനം പൂർത്തിയായി കഴിഞ്ഞു. ഇത് അസ്ഥിവാരമാണ് എന്ന് പറഞ്ഞെടുത്ത് നിന്ന് ഇന്ത്യ മുന്നണി 4 പില്ലറുകളിൽ ഉയർന്നു നിൽക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളായി കാണുന്നത്. NDTV-യുടെ റിപ്പോർട്ടിലെ മോദി മീഡിയ മുഴുവൻ പറയാം 150-ൽ പരം സീറ്റുകൾ ഇന്ത്യ മുന്നണി പിടിക്കുമെന്ന് മോദി മീഡിയയാണ് പറയുന്നത്. മോദി മീഡിയ 150 സീറ്റ് പിടിക്കുമെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം 250-ൽ പരം സീറ്റുകൾ കിട്ടുമെന്നാണ് സ്വാഭാവികമായി. അങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ട് എന്ന് BJP-യുടെ കേന്ദ്ര നേതൃത്വം തിരിച്ചറിയുന്നു. അതുമായി ബന്ധപ്പെട്ടാണ് ഒരു വലിയ ആന്റി ഇൻകംബൻസി ആർക്കെതിരായിട്ടുണ്ട്? കേന്ദ്ര ഗവൺമെന്റിനായിട്ട് എന്ന് ആര് തിരിച്ചറിയുന്നു? BJP തിരിച്ചറിയുന്നു. അതിന്റെ ഭാഗമായി അവർ LPG 100 രൂപ കുറയ്ക്കുന്നു. 850 രൂപയിലെത്തി. 450 രൂപയായിരുന്നു 2014 എന്നത് വേറെ കാര്യം. പക്ഷെ 850-ലേക്ക് എത്തി. എന്നിട്ടും പോരാത്തത് കൊണ്ടാണ് ഇതാ CAA എന്ന് പറയുന്ന ഏറ്റവും അവസാനത്തെ ഈ പ്രാവശ്യത്തെ പുൽവാമയാണ് CAA ഇറക്കി വിട്ടുകൊണ്ട് മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടതാണ്. വസന്ത്, മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ട കാര്യമാണിത്. അതല്ല, മൻമോഹൻ എല്ലാ രാജ്യത്തും കൃത്യമായി സിറ്റിസൺഷിപ്പുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ ഉണ്ടാകും, അതുമായി ബന്ധപ്പെട്ട അമെന്റ്മെന്റുകളും ഉണ്ടാകും. പക്ഷേ അതിനെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി എങ്ങനെ ഉപയോഗിക്കാൻ പറ്റും? ശ്രീ രാഹുലും LLB പഠിച്ച ആളാണ്, ഞാനും LLB പഠിച്ച ആളാണ്. നോക്കൂ, ആർട്ടിക്കിൾ 14 അതിന്റെ പ്യുവർ വയലേഷൻ ആണ്. എന്ത്? ഈ പറയുന്ന ഒരു രാജ്യത്തെ സിറ്റിസൺഷിപ്പ്, ഒരു രാജ്യത്തല്ല, ഇന്ത്യ എന്ന മഹാരാജ്യത്തെ സിറ്റിസൺഷിപ്പ് ബേസ്ഡ് ഓൺ എ റിലീജിയൻ, അത് ഏത് രീതിയിലാണെങ്കിലും അതിന് മുസ്ലിങ്ങൾക്ക് മാത്രമേ ഇവിടെ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നുള്ളൂ എന്ന് തീരുമാനിച്ചാൽ പോലും അത് ആർട്ടിക്കിൾ 14-ന്റെ ക്ലിയർ വയലേഷൻ ആണ്, ഭരണഘടനാ ലംഘനമാണ്. അത് ചോദ്യം ചെയ്യപ്പെടില്ലേ? ചോദ്യം ചെയ്യപ്പെടും. ഒന്ന്. രണ്ടാമത്തെ, അങ്ങനെയില്ലല്ലോ മുസ്ലിങ്ങൾക്ക് കൊടുക്കില്ല എന്നില്ലല്ലോ.
കൊടുക്കില്ല എന്നില്ല. പക്ഷേ എന്തുകൊണ്ടാണ് റിലീജിയസ് ബേസിസിലാണ് കൊടുക്കുക എന്ന് തീരുമാനിക്കുക? അല്ല, അത് വ്യക്തമാണല്ലോ വസന്ത്, അത് വ്യക്തമാണല്ലോ. ന്യൂനപക്ഷങ്ങൾ, ഈ മതപീഡനം നേരിടുന്ന ന്യൂനപക്ഷങ്ങൾ, അവരാണല്ലോ ഇന്ത്യയിലേക്ക് വരുന്നത്, അവർക്ക് പൗരത്വം കൊടുക്കുന്നു. അതിലെന്താണ് കൺഫ്യൂഷൻ ഉള്ളത്? അപ്പൊ ശ്രീലങ്കയിൽ നിന്ന് വരുന്ന മതപീഡനം അനുഭവിക്കുന്ന ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കേണ്ടേ? അല്ല, ഈ 3 രാജ്യങ്ങളുള്ളവർക്കേ ഉള്ളൂ. 3 രാജ്യങ്ങൾ എന്നത് അല്ലല്ല, ഈ 3 രാജ്യങ്ങളുള്ളവർക്ക് കൊടുക്കുവാൻ തീരുമാനിക്കുമ്പോൾ ശ്രീലങ്കയിൽ കൊടുത്തില്ല, ചൈനയിൽ നിന്ന് വന്നവർക്ക് കൊടുത്തില്ല, നേപ്പാൾ, ഭൂട്ടാൻ. ഇപ്പോൾ നേപ്പാളിലും ഭൂട്ടാനിലും ഇന്നും ആളുകൾ വന്നു കഴിഞ്ഞാൽ പോലും അവിടെ ഏത് വിഭാഗങ്ങൾക്കാണ് കിട്ടുന്നത്? അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കേ കിട്ടുകയുള്ളൂ. അല്ലല്ലോ ശ്രീ മഞ്ജുഷ്, ഐക്യരാഷ്ട്രസഭയുടെയോ ലോകരാജ്യങ്ങളുടെയോ യാതൊരുവിധ പ്രോസിക്യൂഷൻ സബ്മിറ്റുകളിലും യാതൊരുവിധ എഗ്രിമെന്റുകളിലും ഒപ്പിടാത്ത രാജ്യമാണ് ഇന്ത്യ. ആ ഇന്ത്യ എന്തുകൊണ്ടാണ് ഇത്ര പെട്ടെന്ന് ഇലക്ഷന്റെ തലേ ദിവസം 24ാമത്തെ മണിക്കൂറിൽ പെട്ടെന്നൊരു ബോധോദയം ഉണ്ടായി CAA അങ്ങ് പ്രഖ്യാപിച്ചു കളഞ്ഞേക്കാം, നമുക്ക് ഈ റിലീജിയസ് പ്രോസിക്യൂഷൻ അനുഭവിക്കുന്നവർക്ക്, റിലീജിയസ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർക്ക്, ന്യൂനപക്ഷങ്ങളെ എല്ലാം അങ്ങ് സംരക്ഷിച്ച് കളഞ്ഞേക്കാം എന്നുള്ള നിലപാട് അങ്ങനെയുണ്ടോ? ഇവർക്ക് പൗരത്വം കൊടുക്കണ്ട എന്നുള്ള നിലപാടുണ്ടോ? ഇവർക്ക് പൗരത്വം കൊടുക്കേണ്ട എന്നുള്ള നിലപാടുണ്ടോ? കൊടുക്കണ്ട എന്ന നിലപാടല്ല ഉള്ളത്. അവിടെ ശ്രീലങ്ക ഉൾപ്പെടണം, മ്യാൻമർ ഉൾപ്പെടണം, മറ്റുള്ള രാജ്യങ്ങളെല്ലാം ഉൾപ്പെടണം. മാത്രമല്ല ലോകരാജ്യങ്ങളുടെ ഐക്യരാഷ്ട്ര സംഘടനകളുടെ വിവിധ എഗ്രിമെന്റുകളുണ്ട്, വിവിധ സബ്മിറ്റുകളുണ്ട്. അതുമായി ബന്ധപ്പെട്ട് ഇന്ത്യക്ക് കൃത്യമായ നിലപാടുണ്ടാവേണ്ടതുണ്ട്. രണ്ടാമത്തെ മ്യാൻമറിൽ നിന്നുള്ളവർക്കൊക്കെ എങ്ങനെ ഇന്ത്യ പൗരത്വം കൊടുക്കുവാൻ പറ്റും? അവിടെ തന്നെ അവർ വിമതരായിട്ടാണ് പ്രവർത്തിക്കുന്നത്. അവർക്ക് ഇന്ത്യ പൗരത്വം കൊടുക്കുക എന്നുള്ളത് അതെങ്ങനെ ആവശ്യപ്പെടാൻ കഴിയും? അല്ലല്ല, ഇന്ത്യയിലെ അഭയാർത്ഥികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവിടെ നിന്ന് വന്ന ഇന്ത്യൻ അഭയാർത്ഥികളുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. എന്തുകൊണ്ടാണ് അഭയാർത്ഥികളെ മുഴുവൻ സ്നേഹിച്ചേക്കാം എന്ന് ഇന്ത്യൻ സർക്കാരിന് തോന്നാത്തത്? എടുക്കാൻ കഴിയില്ല, ഒരു രാജ്യത്തിനും കഴിയില്ല അങ്ങനെ അഭയാർത്ഥികളെ മുഴുവനും നമ്മൾ പൗരന്മാരായി സ്വീകരിച്ച് നമ്മൾ അഭയം കൊടുക്കാൻ പോകുന്നു എന്ന്. ഒരു സബ്മിഷൻ നടത്തിക്കോട്ടെ ഒരു സബ്മിഷൻ. അദ്ദേഹം മഹാത്മാഗാന്ധിയുടെ പാർട്ടിയിൽ നിന്നാണ്. സാക്ഷാൽ മഹാത്മാഗാന്ധി പാർട്ടീഷന് ശേഷം ഹിന്ദുക്കൾക്കും സിഖുകൾക്കും പ്രത്യേക പരിഗണന കൊടുക്കണമെന്നും ആ പ്രത്യേക പരിഗണന ജോലി വരെ കൊടുക്കണമെന്നും സാക്ഷാൽ മഹാത്മാഗാന്ധി ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മഹാത്മാഗാന്ധി വലിയ മുസ്ലിം സ്നേഹിയാണ്, ഹിന്ദു മുസ്ലിം ഐക്യവാദിയാണ്. പക്ഷേ ചില റിയാലിറ്റീസ് ഇല്ലേ? ഇന്ത്യ ഒരു ഹിന്ദു ഭൂരിപക്ഷ രാജ്യമാണ്, നമ്മുടെ സഹോദര സമുദായമായ മുസ്ലിം സമുദായമാണ് പാകിസ്ഥാനിൽ കൂടുതൽ. ഈ വ്യത്യാസം അവിടെ ഇല്ലേ? അതുകൊണ്ട് ഇപ്പം റോഹിംഗ്യ മുസ്ലിങ്ങളോട് എനിക്ക് വലിയ ഐക്യദാർഢ്യമാണ്. പക്ഷേ റോഹിംഗ്യകൾക്ക് ആ നാട്ടിൽ തന്നെ തിരിച്ചു പോകാനല്ലേ വേണ്ടത്? അപ്പോൾ ഓരോ രാജ്യത്തിനും ഓരോ സിറ്റുവേഷനാണ്. ഇപ്പം തമിഴ് നാട്ടിലെ ഹിന്ദുക്കളെ അല്ലെങ്കിൽ നമ്മുടെ തമിഴ് ജനതയുള്ള ഹിന്ദുക്കളെ കൊണ്ടുവരണമെന്ന് ശ്രീ സ്റ്റാലിൻ പറയുന്നത് നല്ലൊരു പോയിന്റാണ്. എനിക്ക് തോന്നുന്നു BJP സർക്കാർ അടക്കം കൺസിഡർ ചെയ്യാൻ കഴിയുന്ന പോയിന്റാണ്. അത് അവർ മുസ്ലിങ്ങൾ അല്ലാത്തോണ്ടല്ലോ കേട്ടോ. ഓരോ രാജ്യത്തിന്റെയും നെയ്ബർഹുഡ് ഒക്കെ വെച്ചിട്ടല്ലേ ഈ കാര്യങ്ങൾ തീരുമാനിക്കാൻ പറ്റൂ. ഇതിന്റെ ഒരു ബ്ലാങ്കറ്റ് റൂൾ പറ്റൂ. അല്ല, ആ നെയ്ബർഹുഡിൽ ശ്രീലങ്ക വരും രാഹുലെ, എന്തുകൊണ്ടാണ് അത് പരിഗണിക്കപ്പെടാത്തത്? യോജിക്കുന്നു അങ്ങ് പറഞ്ഞിട്ട് യോജിക്കുന്നു. റോഹിംഗ്യകളെ അങ്ങ് പറയുന്നത് പോലെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. അത്രമാത്രം വലിയൊരു എമൗണ്ടിലേക്ക് ഉൾക്കൊള്ളാൻ സാധിക്കില്ലെങ്കിലും ശ്രീലങ്ക വരില്ലേ? ശ്രീലങ്ക അക്സെപ്റ്റ് ചെയ്യണം. ഞാൻ പറയുന്നത് 24ാം മണിക്കൂറിൽ ഉണ്ടായ വെളിപാട്, ആ വെളിപാട് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇന്ത്യ മുന്നണിയുടെ കെട്ടുറപ്പ് കണ്ട് വിറളി പൂണ്ടിട്ടാണ് 400 എന്ന് പറയുന്ന സീറ്റ് പ്രസംഗ വേദികളിൽ പറഞ്ഞു പോകാം എന്നത് മാത്രമാണ് യാഥാർത്ഥ്യമെന്ന് നരേന്ദ്രമോദിക്കും BJP. പക്ഷേ കേരളത്തിൽ നിങ്ങൾ കാണിക്കുന്നത് എന്താണ്? കേരളത്തിൽ നിങ്ങൾ കാണിക്കുന്നത് LDF സർക്കാരിനെതിരെ ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കുകയാണ്. അതെന്തിനു വേണ്ടിയാണ്? LDF-ഉം UDF-ഉം തമ്മിൽ ഇക്കാര്യത്തിൽ തർക്കമില്ലല്ലോ. പക്ഷേ മുഖ്യമന്ത്രി ഇന്നലെ അങ്ങനെ ഒരു പ്രസ്താവന നടത്തിയതിനെ ഇന്ന് എന്തിന് പുച്ഛിക്കണം? പ്രതിപക്ഷ നേതാവ് അങ്ങനെയാണെങ്കിൽ നിങ്ങളും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു. കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് അങ്ങനെ ഒരു ചിത്രമാണ്. ആരാണ് ചാമ്പ്യൻ എന്ന് തെളിയിക്കുന്നതിന് വേണ്ടി. അപ്പോൾ നിങ്ങളും രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ CAA-യോടുള്ള എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്. അല്ല, അതിന്റെ ഉത്തരം പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. അങ്ങൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ. കഴിഞ്ഞ തവണ ഈ CAA NRC സമരം നടക്കുന്നു. കേരളത്തിൽ ഒരുമിച്ചായിരുന്നു സമരം. പ്രതിപക്ഷവും ഭരണകൂടവും ഒരുമിച്ച് സമരം ചെയ്യാൻ തീരുമാനിക്കുന്നു. ആ സമരത്തിന് നേതൃത്വം കൊടുത്താരാ? അങ്ങനെ ഒരു സമരം വേണമെന്ന് ആദ്യം പറഞ്ഞാരാ? അന്നത്തെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിക്ക് നേരിട്ടയച്ച കത്ത് മുഖേന നമ്മൾ ഒരുമിച്ച് സമരം ചെയ്യണം, ഇതിൽ രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവരുത് എന്ന് പറഞ്ഞ് വിളിച്ചിരുത്തി വേദി കൊടുത്തു. ആർക്ക്? സഖാവ് പിണറായി വിജയന്. ആ വേദിയിൽ വെച്ച് സഖാവ് പിണറായി വിജയൻ പ്രസംഗിച്ചു. നോക്കൂ, കേരളത്തിൽ CAA-യുമായി ബന്ധപ്പെട്ട്, NRC-യുമായി ബന്ധപ്പെട്ട്, NPR-യുമായി ബന്ധപ്പെട്ട് ആരെങ്കിലും സമരം ചെയ്താൽ അവർക്കെതിരെ ഒരു പെറ്റി കേസ് പോലും ഉണ്ടാവില്ല കേട്ടോ എന്ന് പറഞ്ഞ സഖാവ് പിണറായി. ഇതാ എന്റെ കയ്യിലുള്ളത്, അതിന്റെ കണക്കുകളാണ്. 864 കേസുകൾ, 835 കേസുകൾ കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് 6847 പേർ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. ഗുരുതരമല്ലാത്ത കേസുകളെല്ലാം പിൻവലിക്കുമെന്ന് നിയമസഭയിൽ വീണ്ടും ആവർത്തിച്ചു പിണറായി വിജയൻ. പിൻവലിച്ച എത്രയാണെന്നറിയാമോ? 34 കേസുകൾ. നമ്മൾ കണ്ടാണല്ലോ CAA-യുമായി ബന്ധപ്പെട്ട്, NRC-യുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സമരങ്ങൾ മുഴുവൻ നമ്മൾ കണ്ട. ഒന്നും തന്നെ അത്രമാത്രം അഗ്രസീവ് ആയിരുന്നില്ല.
ഒന്നും തന്നെ അത്രമാത്രം ഈ പറയുന്ന പൊതുമുതൽ നശിപ്പിക്കുന്നതായിരുന്നില്ല. എങ്ങനെയാണ് PDPP അടക്കമുള്ള ആക്ടുകൾ വരുന്നത്? ഇന്നലെ MSF രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്നു. അവർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസുണ്ടാവുന്നു. ആകാശവാണിയുടെ ആസ്ഥാനത്തേക്ക് കോഴിക്കോട് വിവിധ സംഘടനകളുടെ മാർച്ച് ഉണ്ടാവുന്നു. ഇന്നലെ പ്രതിചേർക്കപ്പെട്ട 100-ൽ പരം പേരാണ്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യില്ലേ? അപ്പൊ ആ നിലപാടിനെ ചോദ്യം ചെയ്യാതിരിക്കാൻ പറ്റുമോ? അപ്പോഴാണ് സർക്കാരിന്റെ വാദകരായി വരുന്നവർ, അഭിഭാഷകരായി വരുന്നവർ പറയുന്നത്, നോക്കൂ, നമ്മളൊരു കേസ് എടുത്താൽ അത് കോടതിയിൽ പോയാൽ അത് സെറ്റിൽ ചെയ്യാൻ പറ്റില്ല. എത്ര രാഷ്ട്രീയ കേസുകളാണ് സർക്കാർ കോടതിയിൽ ഒത്തുകളിച്ച് പിന്മാറുന്നത്? DMK സർക്കാർ തമിഴ്നാട്ടിൽ എല്ലാ കേസുകളും ശരി